നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനത്തിന് മാതൃകകളായിട്ട് തുടർച്ചയായിട്ട് ബി ജെ പിക്കാരും ബി ജെ പി അനുകൂലികളും മോദി അനുകൂലികളും തുടർച്ചയായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് വന്ദേ ഭാരത്. വന്ദേ ഭാരത് ട്രെയിനുകളാണ് ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ 2014 മുതൽ 2024 വരെ ഇന്ത്യ ഭരിച്ച ബി ജെ പി സർക്കാരുകളുടെ വികസനത്തിൻ്റെ മുഖമായിട്ട് അവർ തുടർച്ചയായിട്ട് അവതരിപ്പിക്കാറുള്ളത്. ഒരു വന്ദേ ഭാരത് വന്നു കഴിഞ്ഞാൽ എല്ലാമായെന്നാണ് പലരും പറയാറുള്ളത്. പക്ഷേ വന്ദേ ഭാരത് ഒരു സോപ്പ് കുമ്പളയാണോ എന്ന് ചോദ്യമുണ്ട്. സോപ്പ് കുമ്പള ആണെന്നാണ് ഇപ്പോൾ വ്യക്തമായിട്ട് തെളിവുകൾ ഓരോന്നോരോന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വന്ദേ ഭാരത് ട്രെയിൻ വന്നതുകൊണ്ട് മാത്രം ഇന്ത്യയിലെ സാധാരണക്കാരുടെ റെയിൽവേ യാത്രാ ദുരിതത്തിന് അറുതിയാകുമോ? അറുതിയാകത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. അതിന് ഒരുപാട് തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രം, കേരളത്തിൽ മാത്രം 2 വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടുന്നുണ്ട്. 2 വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടുന്നതിൻ്റെ ഭാഗമായിട്ട് ശക്തമായ രീതിയിലാണ് ഇപ്പോൾ യാത്രാ ക്ലേശം വന്നു തുടങ്ങിയിട്ടുള്ളത്. വന്ദേ ഭാരത് ട്രെയിനുകൾ ഹൈ സ്പീഡ് ട്രെയിനുകൾ ആയതുകൊണ്ടും അതിന് തക്ക സ്പീഡിന് വേണ്ട ട്രാക്കുകൾ കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടും മറ്റ് ട്രെയിനുകൾ പിടിച്ചിട്ടാണ് ഇപ്പോൾ അതിന് വേണ്ട വേഗത നമ്മൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മറ്റ് ട്രെയിനുകൾ പലതും പിടിച്ചിടുകയും മറ്റ് ട്രെയിനുകൾ പലതും താമസിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് രൂക്ഷമായ യാത്രാക്ലേശം പല റൂട്ടുകളും ഉണ്ടാകുന്നുമുണ്ട്. വന്ദേ ഭാരത് ട്രെയിനുകൾ കാസർഗോഡും തിരുവനന്തപുരം വരെയും, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ രാവിലെ 5 മണിക്ക് ഇവിടുന്ന് ആരംഭിക്കുന്ന വന്ദേ ഭാരത് ട്രെയിനിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അതിനുശേഷമാണ് വേണാട് എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേണാട് എക്സ്പ്രസ്സിനെ ആശ്രയിച്ച് മാത്രം തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തിനും ഇടയിൽ ഒരുപാട് ഇടങ്ങളിൽ സ്ഥിരം യാത്രക്കാരുണ്ട്. വന്ദേ ഭാരത് വന്നതിന് ശേഷം വേണാട് എക്സ്പ്രസ് സ്ഥിരമായിട്ട് ലേറ്റാണ്. അതിൻ്റെ ഭാഗമായിട്ട് വേണാട് എക്സ്പ്രസ്സിനെ മാത്രം ആശ്രയിച്ച് കോട്ടയത്തു നിന്നും കായംകുളത്തു നിന്നും എറണാകുളത്തേക്ക് പോകുന്ന ഒരുപാട് പേർക്ക് ഇപ്പോൾ സ്ഥിരമായിട്ട് സമയത്ത് ഓഫീസിൽ എത്താൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. പക്ഷേ എന്നിരുന്നാലും കേരളത്തിൽ വന്ദേ ഭാരത് ട്രെയിനുകൾ സൂപ്പർ ഹിറ്റാണ്. എല്ലാ ദിവസവും ഹൗസ്ഫുള്ളായിട്ടാണ് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം നോക്കുകയാണെങ്കിൽ ലാഭത്തിലോടുന്ന വന്ദേ ഭാരത് ട്രെയിനുകളുടെ റൂട്ട് കേരളത്തിൽ മാത്രമാണ് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. മറ്റ് സംസ്ഥാനങ്ങളിൽ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് ലാഭകരമായിട്ടല്ല ഓടുന്നത്. വെയിറ്റിംഗ് ലിസ്റ്റിനകത്ത് പോലും ടിക്കറ്റ് എത്താറില്ല. എപ്പോഴും ടിക്കറ്റ് കാലിയെ കിടപ്പാറുണ്ട്. മാത്രമല്ല ചില ട്രെയിനിനകത്ത് 50% പോലും ഫില്ലിംഗ് ഉണ്ടാകാതെ വണ്ടി ഓടാറുമുണ്ട്. എന്ന് വെച്ചാൽ 50% ആളുകൾ പോലും വന്ദേ ഭാരതാണ് യാത്ര ചെയ്യുന്നില്ല ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ. അങ്ങനെ ഒരുപാട് ഇടങ്ങളുണ്ട്. ഇതിനെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിൻ്റെ ഔദ്യോഗിക ട്വിറ്റർ പേജിനകത്ത് ഒരു കുറിപ്പ് വന്നിട്ടുണ്ട്. വന്ദേ ഭാരത് എന്ന സോപ്പ് കുമ്പള ഞങ്ങൾ പൊട്ടിക്കുകയാണെന്ന് പറഞ്ഞു. അതിനകത്ത് ഒരു വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യത്തിലേക്ക് നമുക്ക് അവസാനം വരാം. പക്ഷേ ആ സോപ്പ് കുമ്പള അവരെങ്ങനെ പൊട്ടിക്കുക നമുക്ക് അത് വ്യക്തമായ ഡേറ്റ ഉപയോഗിച്ച് തന്നെയാണ് വന്ദേ ഭാരത് എന്ന സോപ്പ് കുമ്പള കോൺഗ്രസ് കേരളയുടെ ഔദ്യോഗിക ട്വിറ്റർ പേജ് പൊട്ടിക്കുന്നത്. നമുക്ക് അതിലേക്ക് പോകാം. പക്ഷേ ഒരു വൈരുദ്ധ്യത്തെക്കുറിച്ച് അവസാനം നമ്മൾ പറയുന്നതായിരിക്കും. അത് ശ്രദ്ധേയമായ വൈരുദ്ധ്യമാണ്. അത് വളരെ ശ്രദ്ധേയം മാത്രമല്ല, ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതിലേക്ക് നമുക്ക് ഇതിന് ശേഷം വരാം. നോക്കുകയാണെങ്കിൽ അവരുടെ ട്വീറ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ IRCTC സോഴ്സ് ചെയ്ത ഡേറ്റ പ്രകാരം ഇന്ത്യയിൽ ഏകദേശം 51ഓളം വന്ദേ ഭാരത് ട്രെയിനുകളുണ്ട്. ആ 51 വന്ദേ ഭാരത് ട്രെയിനുകളുടെ ടോട്ടൽ ലിസ്റ്റ് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അത് ഡേറ്റ് കൃത്യമായി പറയുകയാണെങ്കിൽ മെയ് 7 മുതൽ മെയ് 13 വരെ ടോട്ടൽ ഡേറ്റ ഉപയോഗിച്ചാണ് അവർ കൊടുത്തിട്ടുള്ളത്. 7th മെയ് തൊട്ട് 13th മെയ് വരെ എത്രമാത്രം ടിക്കറ്റുകൾ ബാക്കിയുണ്ട്, എത്രമാത്രം ടിക്കറ്റുകൾ ഇനി ഉണ്ട് എന്ന് കാണിക്കുന്നത്. അത് നോക്കുമ്പോഴത്തേക്കും 51 റൂട്ടുകളിനകത്ത് വെയിറ്റിംഗ് ലിസ്റ്റ് ഉള്ളത് വെറും 13 റൂട്ടുകളിൽ മാത്രമാണ് വെയിറ്റിംഗ് ലിസ്റ്റ് ഉള്ളത്. 13 മാത്രമാണ് ഫുള്ളായ അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് ബുക്കിംഗ് വന്നിട്ടുള്ളത്. കേരളത്തിൽ അതിൽ രണ്ടെണ്ണവും കേരളത്തിൽ നിന്നുള്ള 2 റൂട്ടുകളിനകത്തും അത് കൃത്യമായിട്ട് വെയിറ്റിംഗ് ലിസ്റ്റിന് മുകളിലുണ്ട്. 77 മംഗളൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വന്ദേ ഭാരതിനകത്ത്. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരതിനകത്ത് 72 വെയിറ്റിംഗ് ലിസ്റ്റ്. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും വെയിറ്റിംഗ് ലിസ്റ്റാണ്. പക്ഷേ വിശാഖപട്ടണം സെക്കന്ദരാബാദ് നോക്കുകയാണെങ്കിൽ 349 സീറ്റുകൾ ഓരോ ദിവസവും ഒഴിഞ്ഞിടപ്പുണ്ട്. മാത്രമല്ല 10th മെയിൽ 640 മുകളിൽ സീറ്റ് ഒഴിഞ്ഞിടപ്പുണ്ട്. പിന്നെ മുംബൈയിൽ നിന്ന് സോളാപൂരിലേക്കുള്ള വന്ദേ ഭാരതിനകത്ത് ഒരുപാട് ടിക്കറ്റ് ഒഴിഞ്ഞിടപ്പുണ്ട്. ഏകദേശം നോക്കുകയാണെങ്കിൽ 3000 ടിക്കറ്റ് വിശാഖപട്ടണം സെക്കന്ദരാബാദിനകത്തും ഭോപ്പാൽ ന്യൂഡൽഹിക്കകത്ത് 3071. ന്യൂഡൽഹി അംബ് ഹിമാചൽ പ്രദേശിലെ അംബ് വന്ദേ ഭാരതിനകത്ത് 2903 ടിക്കറ്റും. ഏകദേശം നോക്കുകയാണെങ്കിൽ 1000 മുകളിൽ ടിക്കറ്റുകൾ ബാക്കിയുള്ള ഏകദേശം 21ഓളം റൂട്ടുകളുണ്ട്. വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് വെച്ചാൽ ഒരാഴ്ചത്തേക്ക് തുടർച്ചയായിട്ട് 1000 മുകളിൽ ടിക്കറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന വന്ദേ ഭാരത് ട്രെയിനുള്ള 21ഓളം റൂട്ടുകളുണ്ട്. ഒരൊറ്റ റൂട്ട് പോലും കേരളത്തിലില്ല എന്ന് വരെ എടുത്ത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വെച്ചാൽ ആ റൂട്ടുകളിൽ ജനങ്ങൾക്ക് ഇത്ര കാശ് മുടക്കി പോകാൻ പറ്റത്തില്ല. മാത്രമല്ല ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ചാൽ അത് തന്നെ ആ റൂട്ടിൽ തന്നെ ഉള്ള മറ്റ് ട്രെയിനുകളുടെ ലിസ്റ്റ് കൂടി കോൺഗ്രസിൻ്റെ ഈ സൈബർ പേജിനകത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് നോക്കുമ്പോഴത്തേക്കും സാധാരണ ട്രെയിനുകളകത്ത് പലതിനകത്തും വെയിറ്റിംഗ് ലിസ്റ്റാണ്, വലിയ വെയിറ്റിംഗ് ലിസ്റ്റാണ്.
അത് വ്യക്തമായി പറയുകയാണെങ്കിൽ മുംബൈ സോളാപൂർ റൂട്ടിനകത്ത് സാധാരണ ട്രെയിനിനകത്ത് വലിയ ഗരീബ് രഥിനകത്ത് 777 രൂപ മാത്രമേ ആവത്തുള്ളൂ. വന്ദേ ഭാരത് 1700 രൂപയാവും. 777 രൂപയുള്ള ടിക്കറ്റിനകത്ത് വെയിറ്റ് ലിസ്റ്റിന് മുകളിലാണ് ബുക്കിംഗ്. എന്ന് വെച്ചാൽ അത് തത്കാലിലേക്ക് വരുന്ന സമയത്ത് ആൾക്കാർ അതിൽ ട്രാവൽ ചെയ്ത് പോകാൻ താല്പര്യവുമാണ്. എന്ന് പറയുമ്പോൾ അത് വ്യക്തമായൊരു കാര്യം വെച്ചാൽ ഇത്രയും കാശ് മുടക്കി പോകാൻ ജനങ്ങൾക്ക് പറ്റത്തില്ല. ജനങ്ങൾക്ക് വേണ്ടത് കുറച്ചുകൂടെ താരതമ്യേന ചിലവ് കുറഞ്ഞ ഒരു യാത്രാ സൗകര്യമാണ്. വന്ദേ ഭാരത് ഒരു ചിലവ് കുറഞ്ഞ യാത്രാ സൗകര്യമല്ല. അത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതല്ല, പണക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. സാധാരണക്കാർക്ക് അതിൽ പോകാൻ പറ്റത്തില്ല. സാധാരണക്കാർക്ക് പോകുന്ന ട്രെയിനിൽ പിടിച്ചിട്ടാണ് ഇപ്പോൾ വന്ദേ ഭാരത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വന്ദേ ഭാരത് ഒരു സോപ്പ് കുമ്പളയാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. വ്യക്തമാണ്. ആ കാര്യത്തിൽ കോൺഗ്രസ് പുറത്തുവിട്ട ഡേറ്റയെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല, പറയേണ്ട കാര്യം തന്നെയാണ്. വന്ദേ ഭാരത് ഇന്ത്യയിലെ റെയിൽവേ യാത്രാ ദുരിതത്തിന് യാതൊരു മാറ്റവും കൊണ്ടുവരാൻ പോകുന്നില്ല, ഒരു അറുതിയും വരുത്താൻ കൊണ്ടുപോകുന്നില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ വൈരുദ്ധ്യമുണ്ടല്ലോ, ആ വൈരുദ്ധ്യം കേരളത്തിലേക്ക് വരുമ്പോഴാണ്. കേരളത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതി ഉണ്ടായിരുന്നു. ആ സ്വപ്ന പദ്ധതി ഇപ്പോഴുമുണ്ട്. സംസ്ഥാന സർക്കാർ ഇത് പുറമോട്ട് പോയിട്ടില്ല. കേന്ദ്രം ഭരിക്കുന്ന BJP അനാവശ്യ രാഷ്ട്രീയം കളിച്ച് അതിനെ പുറമോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇപ്പോഴും അത് പുറമോട്ട് പോയിട്ടില്ല. അത് KRL സിൽവർ ലൈനാണ്. KRL സിൽവർ ലൈൻ കേരളത്തിന് അത്യന്താപേക്ഷിതമാണ്. ഒരു ഹൈസ്പീഡ് റെയിൽ നെറ്റ്വർക്ക് കേരളത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇത്ര ചിലവുണ്ടായിട്ടും വന്ദേ ഭാരതിന് കേരളത്തിൽ ടിക്കറ്റ് ഇല്ല. കോൺഗ്രസ് തന്നെ പുറത്തുവിട്ട ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ മെയ് 7 മുതൽ മെയ് 13 വരെ ഒരാഴ്ചത്തേക്ക് ഒരൊറ്റ ടിക്കറ്റ് പോലും ബാക്കിയില്ല. എല്ലാ ടിക്കറ്റും വിട്ടുപോയിരിക്കുകയാണ്. മാത്രമല്ല വെയിറ്റിംഗ് ലിസ്റ്റ് 72-നും 100-നും ഇടയിലാണ്. അത് ഇത്ര റേറ്റ് ഉണ്ടായിട്ട് കൂടി വെയിറ്റിംഗ് ലിസ്റ്റിന് മുകളിലാണ്. അപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ കേരളത്തിന് ഒരു ഹൈസ്പീഡ് റെയിൽ നെറ്റ്വർക്ക് അത്യന്താപേക്ഷിതമാണ്. അവിടെയാണ് KRL സിൽവർ ലൈൻ നെറ്റ്വർക്കുമായിട്ട് സംസ്ഥാന സർക്കാർ വന്നത്. ആ സമയത്ത് നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞ കാര്യം എന്താണ്? വന്ദേ ഭാരത് വരുവല്ലേ. വന്ദേ ഭാരത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് KRL എന്ന്? വന്ദേ ഭാരത് വന്നു കഴിഞ്ഞാൽ എന്തിനാണ് KRL എന്നാണ് തുടർച്ചയായിട്ട് പ്രതിപക്ഷ VD സതീശനും കോൺഗ്രസ്സുകാരും പറഞ്ഞത്. മാത്രമല്ല വന്ദേ ഭാരത് കേരളത്തിൽ വന്ന സമയത്ത് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ ചേർന്ന് നിന്ന് വന്നിരുന്നു. മാത്രമല്ല തിരുവനന്തപുരത്ത് വന്ദേ ഭാരത് കൊണ്ടുവന്ന് തൻ്റെ ക്രെഡിറ്റായിട്ട് തിരുവനന്തപുരം MP ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ ശശി തരൂർ വ്യക്തമായിട്ട് തൻ്റെ പ്രകടന പത്രികയ്ക്കകത്ത് എടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് തട്ടെടുക്കാൻ വേണ്ടി വന്ദേ ഭാരതിനെ ഉപയോഗിക്കാൻ അവർക്കെല്ലാവർക്കും അറിയാം. മറ്റൊരു കാര്യം കൂടിയാണ്, വന്ദേ ഭാരത് കൊണ്ട് ഈ യാത്രാ ദുരിതം മാറാൻ പോകുന്നുമില്ല. യാത്രാ ദുരിതം മാറണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ലൈൻ വേണം. അതാണ് KRL സിൽവർ ലൈൻ. വന്ദേ ഭാരത് വന്നു കഴിഞ്ഞാൽ പിന്നെ KRLൻ്റെ ആവശ്യമില്ലെന്ന് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ VD സതീശൻ്റെ വാദങ്ങളെ കോൺഗ്രസിൻ്റെ തന്നെ സൈബർ പേജ് പൊളിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല BJPയുടെ സോപ്പ് കുമ്മളയായിട്ടുള്ള വന്ദേ ഭാരതിനെ പൊട്ടിക്കുന്നുണ്ട്. ആ സോപ്പ് കുമ്മള പൊട്ടുന്ന സമയത്ത് BJPയുടെ സോപ്പ് കുമ്മള പൊട്ടുന്ന സമയത്ത് കൂട്ടത്തിൽ പൊട്ടുന്ന സോപ്പ് കുമ്മള പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചാൽ ഒരു വടിക്ക് രണ്ട് പക്ഷിയാണ്. ഒരു പക്ഷി BJPയാണ്, രണ്ടാമത്തെ പക്ഷി കോൺഗ്രസിന് തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനാണ്. അതവർ മനസ്സിലാക്കിയിട്ടാണോ മനസ്സിലാക്കാതെയാണ് പോസ്റ്റ് വന്ന കാര്യം നമുക്കറിയത്തില്ല. പക്ഷേ ശ്രദ്ധേയമായ ഒരു പോസ്റ്റാണ് കോൺഗ്രസ് കേരളയുടെ ട്വിറ്റർ പേജിനകത്ത് വന്ന്. ഒരു കാര്യം കൂടി എടുത്ത് പറയാനുള്ള കാര്യം വെച്ചാൽ സാധാരണ ഇങ്ങനെ BJP കടന്നാക്രമിക്കുന്ന പോസ്റ്റുകൾ പലതും കോൺഗ്രസിൻ്റെ കേരളത്തിലെ ട്വിറ്റർ പേജിൽ നിന്ന് വരാം. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ഉത്തരേന്ത്യൻ പേജുകൾക്കും ഉത്തരേന്ത്യയിലെ കോൺഗ്രസ്സുകാർക്കും ഒരു മൃദു ഹിന്ദുത്വമുണ്ട്. അത് ഇമ്പാക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസിൻ്റെ കേരള പേജിനെ വെച്ച് ഇങ്ങനത്തെ പ്രചാരണം തുടർച്ചയായിട്ട് അഴിച്ചുവിടുന്നത്. അതിൽ നമ്മൾ തർക്കങ്ങളൊന്നും കാണുന്നില്ല, അതിൽ പ്രശ്നങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷേ ഈ കാര്യത്തിനകത്ത് ഈ വന്ദേ ഭാരത് എന്ന സോപ്പ് കുമ്മള പൊട്ടിക്കുന്ന സമയത്ത് പൊട്ടുന്ന സോപ്പ് കുമ്മളയ്ക്കകത്ത് ഒന്ന് പ്രതിപക്ഷ VD സതീശൻ്റെ കൂടിയാണ്. പ്രതിപക്ഷ VD സതീശൻ പറഞ്ഞ കാര്യമാണ് വന്ദേ ഭാരത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് KRL എന്ന്. പ്രതിപക്ഷ VD സതീശൻ മാത്രമല്ല ശശി തരൂർ MP ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, KM മുരളീധരൻ MP ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. BJPയുടെ നേതാക്കൾ തുടർച്ചയായിട്ട് പറഞ്ഞ കാര്യമാണ് വന്ദേ ഭാരത് വരും. വന്ദേ ഭാരത് വന്നു കഴിഞ്ഞാൽ പിന്നെ KRLൻ്റെ ആവശ്യമില്ല എന്ന്. അവർക്കെല്ലാവർക്കുമുള്ള മറുപടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് കോൺഗ്രസിൻ്റെ തന്നെ ട്വിറ്റർ പേജിൽ വന്നു എന്ന കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവർ പറയുകയാണ് വന്ദേ ഭാരത് ഒരു സോപ്പ് കുമ്മളയാണ്. മാത്രമല്ല ആ സോപ്പ് കുമ്മളെ പൊട്ടിക്കാൻ വേണ്ട തെളിവുകൾ അവർ പുറത്തു വിടുന്നുമുണ്ട്.